പ്രിയമുള്ളവരെ, ഏപ്രിൽ 9 അതിൻ്റെ പ്രാധാന്യം ആർക്കും വിവരിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. കേരള നിയമസഭയിലെ 140 നിയോജക മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സാരഥികളെ നമ്മൾ ഇതിനോടകം തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞു. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി ഞാൻ കാണുന്നത് UDFൻ്റെ ജനാധിപത്യ മതേതരത്വ സ്വഭാവമാണ്. ഒരു മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ്സിന് മാത്രമേ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിയമസഭാംഗമാക്കുവാനും സാധ്യമാകുകയുള്ളൂ. മതേതരത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് കൊച്ചിയിൽ ശ്രീ മുഹമ്മദ് ഷിയാസും തവനൂരിൽ ശ്രീ VS ജോയിയും മത്സരിക്കുന്നതെന്ന്. ഈ രണ്ട് സ്ഥലത്തെയും ന്യൂനപക്ഷങ്ങളായ ജനത്തെയാണ് ഭൂരിപക്ഷം നോക്കാതെ UDF സ്ഥാനാർത്ഥികളാക്കി നടത്തിയത്. ഈ രണ്ടിടത്തെയും UDF പ്രവർത്തകരും മതേതര വിശ്വാസികളും രണ്ടുപേരെയും വിജയിപ്പിക്കുന്നതിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ദയനീയമായി നിൽക്കുന്ന ഈ അവസരത്തിൽ, എല്ലാ രംഗത്തുമുള്ള അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഈ അവസരത്തിൽ, വികസന മുരടിപ്പ് നിലനിൽക്കുന്ന അവസരത്തിൽ, തൊഴിൽരഹിതരുടെ എണ്ണം അനവധിയായി പെരുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അതുപോലെ തന്നെ പൊതുഖജനാവിൽ നിന്നും ധൂർത്തും അഴിമതിയും PR വർക്കിന് വേണ്ടിയും കോടികൾ ചെലവഴിക്കുമ്പോൾ ആശാവർക്കന്മാരെ ശ്രദ്ധിക്കാത്ത, അടിസ്ഥാന വർഗത്തിൽ ജോലി ചെയ്യുന്നവരെ ശ്രദ്ധിക്കാത്ത, അവരുടെ വേതന സേവന വ്യവസ്ഥകളിൽ മാറ്റം വരുത്താതെ തങ്ങളുടെ മാത്രം ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്ന പിണറായിക്കും അവരുടെ കൂട്ടാളികൾക്കും ഈ 9-ാം തീയതിയിൽ വ്യക്തമായ രീതിയിലുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയമില്ല. കേരളയിൽ മുഖാന്തരം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള 5 ഗ്യാരണ്ടികൾ കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിക്കുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കട്ടെ. ആ 5 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ കോൺഗ്രസ്സിന് സാധിക്കും. അതിനുള്ള എല്ലാവിധമായ തയ്യാറെടുപ്പുകളും അവർ നടത്തും. കാരണം അവരെ വിശ്വസിക്കാം. ക്രെഡിബിലിറ്റിയുള്ള നേതാക്കന്മാരാണ് UDFിൽ ശ്രീ VD സതീശൻ, ശ്രീ CP ജോൺ, ഷിബു ബേബി ജോൺ, അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ മുതിർന്ന സമുന്നതരായ ശേഷിയുള്ള നേതാക്കന്മാർ കേരളത്തെ നയിക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം. നാളെ നമ്മുടെ കേരളം എല്ലാവിധ വിധേയതയുള്ള പുരോഗതിയും പ്രാപിക്കും. നമുക്ക് 9-ാം തീയതിക്കായി കാത്തിരിക്കാം. അതിരാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനിലെത്തി UDFന് വോട്ട് ചെയ്യുവാൻ നാം തയ്യാറെടുക്കാം. നന്ദി, നമസ്കാരം.